പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുമ്പളങ്ങ സാമ്പാർ. ഇത് തന്നെ പരിപ്പൊന്ന് വേവിച്ചെടുക്കുക. അതിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാം. കൂടെ തന്നെ 3 പച്ചമുളക്, ചെറിയ ഉള്ളി, 2 കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ. ഒന്ന് വേവിച്ചെടുത്തിട്ട് ഒരു മസാല റെഡിയാക്കാം. വേവിച്ചെടുത്തിട്ടുണ്ട്. വിസിൽ പോയതിന് ശേഷം കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങയും കൂടി ഇട്ടിട്ട് ഒരു വിസിൽ വെച്ചെടുക്കാം. 1 സ്പൂൺ നെയ്യ്. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇത് മല്ലിയാണ്, 1/2 ടീസ്പൂൺ. ജീരകം 1/2 ടീസ്പൂൺ. വറ്റൽമുളക്, അരമുറി തേങ്ങ. ഗോൾഡൻ കളറാവുന്നവർ വറുത്തെടുക്കുക. വറുത്തതിന് ശേഷം കാണിക്കാം. ഇങ്ങനെ ഇറക്കുക. ഉഴുന്ന് പരിപ്പ്, 1 ടീസ്പൂൺ ഊരപ്പരിപ്പ്. ഇതിൻ്റെ കൂടെ വറുത്താലും മതി. തേങ്ങയുടെ കൂടെ വറുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ കട്ടിക്കായ ഉണ്ടെങ്കിലും അതും ആ സമയത്ത് ചേർത്ത് തേങ്ങ കൂട്ടിൻ്റെ കൂടെ വറുത്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ വറുത്ത് ഇതിൻ്റെ കൂടെ ചേർത്താണ് ഞാൻ ചെയ്യുന്നത്. തേങ്ങയുടെ കൂടെ ചേർത്ത് കൊടുക്കുക. തണുത്തതിന് ശേഷം അരച്ചെടുക്കുക. അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് സവാളയും വെണ്ടയ്ക്കയും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വഴന്നതിന് ശേഷം വെണ്ടയ്ക്ക തിരിച്ചു കൊടുക്കുക. ചേർത്ത് കൊടുക്കുക. പരിപ്പും ഉള്ളി എല്ലാം ചേർത്തുണ്ടാക്കിയത് കൂട്ടി ഇതിനകത്തോട്ട് ചട്ടിയിലോട്ട് മാറ്റുവാണ്. സമയത്ത് ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. ഒന്നുകൂടെ തേങ്ങാക്കൂട്ട് കഷ്ണത്തിൽ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1 തുണ്ട് ശർക്കര, ഇത് വെച്ച സവോളയും വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കുക. മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുക. താളിച്ച് ചേർക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില, കളറിന് വേണ്ടിയിട്ടാണ്. വറുത്ത കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.